ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്. സോറിയാസിസ്, എക്സിമ, മറ്റ് അലർജി രോഗങ്ങൾ എന്നിവയ്ക്ക് ഫലപ്രദമായ ചികിത്സ. വർഷങ്ങളായി ദുബൈയിലായിരുന്നു ജോലി. അവിടെ വെച്ച് സോറിയാസിസ് എന്ന അസുഖം പിടിപെട്ടു. 4 വർഷം ഇംഗ്ലീഷ് ചികിത്സയായിരുന്നു. മാറാതെ വന്നപ്പോൾ നേരെ ഞാൻ കേരളത്തിൽ വന്നു. പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ ശീല എന്ന് പറയുന്നു ഡോക്ടറെ ഉണ്ടെന്നറിയാം. ആ ഡോക്ടറിലേക്ക് പോയി കാണിക്കുക. ഡോക്ടർ അസുഖം മാറ്റിത്തരാമെന്ന് പറയുകയും അങ്ങനെ ഡോക്ടർ 2 മാസത്തെ ചികിത്സ കൊണ്ട് എൻ്റെ അസുഖം മാറുകയും തിരിച്ച് ഞാൻ ദുബായി പോവുകയും ചെയ്തു. ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് പഞ്ചകർമ്മ കോളേജ്, വ്യാപാര ഭവൻ, ടൗൺ, മുസ്ലിം പള്ളിക്ക് സമീപം, പത്തനാപുരം. സുവർണാവസരം, സുവർണാവസരം! BIS ഹോൾമാർക്ക് ആഭരണങ്ങൾ ഏറ്റവും ആദായകരമായി സ്വന്തമാക്കാൻ സുവർണാവസരം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഏറ്റവും ഫാഷനബിൾ ആഭരണങ്ങൾ അണിഞ്ഞ് മിന്നിത്തിളങ്ങാൻ സുവർണാവസരം. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വില വ്യത്യാസമില്ലാതെ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ ഇടിമണിക്കൽ ജ്വല്ലറിയുടെ BIS 916 ഹോൾമാർക്ക് സ്വർണവുമായി മാറ്റി വാങ്ങാം. പുനലൂർ ഇടിമണിക്കൽ ജ്വല്ലറിയിൽ ഗ്രാമിന് 100 രൂപ വിലക്കുറവ് നൽകുന്നു. ഈ ഓഫർ മെയ് 15 വരെ മാത്രം. ഏവർക്കും സ്വാഗതം. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ, അതാ ബുദ്ധി. ഇടിമണിക്കൽ ഫാഷൻ ജ്വല്ലറി, പുനലൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കൂട്ടുതറ, ചിറ്റാർ, റാന്നി. വസ്ത്രവൈവിധ്യത്തിന്റെ പുതുപുത്തൻ കളക്ഷനുമായി 14,000 സ്ക്വയർ ഫീറ്റിലേക്ക് പുനലൂർ രാധാസിന്റെ നവീകരിച്ച ഷോറൂം. DH ഓട്ടോ, MCR, സീറോ, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട്, വാൻ ഹുസൈൻ തുടങ്ങി എല്ലാവിധ ബ്രാൻഡഡ് മെൻസ് വെയറുകളുടെയും വിപുലമായ ശേഖരം. ചുരിദാറുകൾ, ലാച്ച, ഗൌണുകൾ, കിഡ്സ് വെയർ എന്നിവയ്ക്കായി വിശാലമായ പുതിയ ഷോറൂം. വൈവിധ്യമാർന്ന ദുപ്പട്ടകൾക്കായി പ്രത്യേക വിഭാഗം. വിവാഹ പാർട്ടികൾക്കായി പുതുപുത്തൻ കളക്ഷനും പ്രത്യേക സെക്ഷനും. നിങ്ങളുടെ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ പുനലൂർ രാധാസ്, ചൌക്ക റോഡ്, പുനലൂർ. ഫോൺ 0475 222 8650. പ്രസിഡൻസി കോളേജ് കോമേഴ്സ് ക്ലാസുകൾക്ക് മാത്രമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനമാണ് പ്രസിഡൻസി കോളേജ്. പുനലൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി കേരള യൂണിവേഴ്സിറ്റി BCom പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പ്രസിഡൻസി കോളേജ് +2, BCom, MCom പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പു നൽകുന്നു. ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഞങ്ങളുടെ പ്രത്യേകതയാണ്. തുടർച്ചയായി യൂണിറ്റ് ടെസ്റ്റും മോഡൽ പരീക്ഷകളും അധ്യാപക രക്ഷാകർതൃ സമ്മേളനവും നടത്തിവരുന്നു. ഞങ്ങളുടെ ക്ലാസുകൾ +1, +2, ട്യൂഷൻ ആൻഡ് ഓപ്പൺ സ്കൂൾ, BCom, MCom, MBA, ട്യൂഷൻ ആൻഡ് പാരലൽ. പ്രസിഡൻസി കോളേജ് ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, MJ ആർക്കേഡ്, പുനലൂർ. ഫോൺ 9447154898. സാധാരണക്കാർക്ക് ആശ്വാസമായി കുളത്തൂപ്പുഴയിലെ മണൽ കലവറ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നു. ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്തകൾ. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയം. പുതിയ ഭരണസമിതി തിങ്കളാഴ്ച അധികാരമേറ്റു. വഴിത്തർക്കത്തിന്റെ പേരിൽ വീടിന്റെ ഗേറ്റ് JCB ഉപയോഗിച്ച് തകർത്തതായി പരാതി. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെന്റ് ഹൈസ്കൂളിനും മികച്ച വിജയം. സയൻസ് വിഭാഗത്തിൽ 100% വിജയം നേടിയത് ജില്ലയിൽ നിന്നും ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രം. വാർത്തകൾ വിശദമായി. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDFന് മികച്ച വിജയം. പാനലിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും വിജയിച്ചു. പുതിയ ഭരണസമിതി തിങ്കളാഴ്ച അധികാരമേറ്റു. ഈ ബാങ്കിന്റെ ഭരണസാന്നിധ്യം ഏറ്റെടുക്കുവാൻ, നിങ്ങളെ നേരിൽ കാണുവാൻ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു.
ഇത്തവണയും മികച്ച ഭൂരിപക്ഷത്തോടെയാണ് കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF പാനൽ വിജയിച്ചത്. ഞായറാഴ്ച കുളത്തൂപ്പുഴ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. 20,000-ൽ പരം അംഗങ്ങൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നെങ്കിലും 7,000-ൽ പരം അംഗങ്ങൾ മാത്രമാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. LDF പാനലിലെ അനിൽ കെ, കുഞ്ഞുമോൻ ജോർജ്, ജോണി കെ, ബിജു KG, മോഹനൻ പിള്ള S, B രാജീവ്, ഷൈജു ഷാഹുൽ ഹമീദ്, സുധീർ EK, KJ അലോഷ്യസ്, അപർണ കൃഷ്ണൻ, മിനി വർഗീസ്, ഷൈനിമോൾ, പ്രിയരാജ് BL എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30 സ്ഥാനം ഏറ്റെടുത്തു. നിക്ഷേപ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച KJ അലോഷ്യസിനെ വീണ്ടും പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. മുൻ വർഷങ്ങളിൽ ബാങ്ക് നടത്തിവന്ന ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് തെരഞ്ഞെടുപ്പ് വിജയമെന്നും എല്ലാ സഹകാരികൾക്കും നന്ദി അറിയിക്കുന്നതായും KJ അലോഷ്യസ് പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള വളരെ മികവാർന്ന പ്രവർത്തനത്തിന്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് ഈ തരത്തിലൊരു വിജയം സമ്മാനിച്ച ഇവിടുത്തെ സഹകാരികൾക്ക് എല്ലാ നിലയിലുമുള്ള അനുമോദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട 13 അംഗങ്ങൾ ഈ ഭരണസമിതിയുടെ തുടർന്ന് വരുന്ന 5 വർഷക്കാലം ഈ ബാങ്കിന്റെ ക്ഷേമത്തിനും സഹകാരികളുടെ എല്ലാ നിലയിലുള്ള ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കും എന്നുറപ്പ് തരികയാണ്. ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ ചെയ്തു തീർക്കാനുണ്ട്. സഹകാരികൾക്ക് അവരുടെ വായ്പാ ആവശ്യങ്ങൾക്കും വായ്പാ ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇനി തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നാളുകളിൽ ആലോചിച്ച് തീരുമാനിക്കും എന്ന് മാത്രമാണ് ഇപ്പം ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി NDAയും മത്സരരംഗത്തുണ്ടായിരുന്നെങ്കിലും വലിയ മുന്നേറ്റം നടത്താൻ NDAയ്ക്ക് കഴിഞ്ഞില്ല. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. ഒരു നൂറ്റാണ്ടിന് മേൽ പഴക്കമുള്ള പുനലൂർ തൂക്കുപാലത്തിന് സമീപം അത്രയും തന്നെ പഴക്കമുള്ള ഒരു കെട്ടിടം സംരക്ഷിത സ്മാരകമാകുന്നു. പൊതുമരാമത്ത് അതിഥി മന്ദിരത്തിലെ കെട്ടിടമാണ് തനിമ ചോരാതെ സംരക്ഷിത സ്മാരകമായി സംരക്ഷിക്കുന്നത്. പുനലൂർ TB ജംഗ്ഷനിലെ പൊതുമരാമത്ത് അതിഥി മന്ദിരത്തിലെ ഒരു കെട്ടിടമാണ് തനിമ ചോരാതെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ ഓടിന് ചായം തേക്കുന്ന പണികൾ പുരോഗമിക്കുകയാണ്. തൂക്കുപാലത്തിന്റെ നിർമ്മാണ സമയത്തും കൊല്ലം ചെങ്കോട്ട റെയിൽപാതയുടെ പണികൾ നടന്നപ്പോഴും ഉന്നത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ തങ്ങിയിരുന്ന മന്ദിരമാണിത്. തിരുവിതാംകൂർ രാജാക്കന്മാർ തമിഴ്നാട്ടിലേക്ക് പോകും വഴി വിശ്രമിച്ചിരുന്നതും ഇവിടെയാണ്. സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് വരെ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ എത്തിയിരുന്ന വിശിഷ്ട അതിഥികൾക്ക് ആതിഥ്യമരുളിയിരുന്നത് ഈ കെട്ടിടമാണ്. ഇവിടെ പൊതുമരാമത്ത് സമുച്ചയം വന്നപ്പോൾ നിലവിലെ അതിഥി മന്ദിരങ്ങൾ പൊളിച്ചുപണിയാൻ പദ്ധതി തയ്യാറാക്കി. 100-ലേറെ വർഷത്തെ പഴക്കമുള്ളതിനാൽ പ്രധാന അതിഥി മന്ദിരം നിലനിർത്താൻ മരാമത്ത് വകുപ്പിന്മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. സമീപത്തെ 3 കോടി രൂപ ചെലവിൽ ബഹുനില അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വിളക്കുടി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ 10ാമത് വാർഷികം ആഘോഷിച്ചു. പുനലൂർ രൂപതാ മെത്രാൻ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആരോഗ്യമുള്ളവർ നാളെ അസുഖക്കാരായിട്ട് മാറും. ഇന്ന് ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സും രോഗികളായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പരിമിതിയാണ് നമ്മളെല്ലാവരും രോഗികളായിട്ട് മാറുമെന്നുള്ളത്. രോഗമില്ലാത്തവര് ആരുമില്ല. ഇതൊരു പരസ്പരമായ ഒരു കൈത്താങ്ങാണ്. പഠിച്ചവര് തങ്ങളുടെ അറിവ് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ സംവിധാനത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഒക്കെ വിജയം. എല്ലാവർക്കും പരസ്പരം സഹകരിക്കുവാനുള്ള വേദിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ രാഘവൻ പുഴത്ത് അധ്യക്ഷനായി. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സലകുമാരി, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ സജീവ്, കുന്നിക്കോട് ഷാജഹാൻ, മതമേലധ്യക്ഷന്മാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. സ്കോട്ടിഷ് അഡ്മിനിസ്ട്രേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ CV സോമസുന്ദരൻ സ്വാഗതവും ചെയർമാൻ KK സുഗതൻ നന്ദിയും പറഞ്ഞു. വിദേശ നിർമ്മിതമായ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ചികിത്സാ രംഗത്ത് അവതരിപ്പിച്ച ജില്ലയിലെ തന്നെ പ്രമുഖ ആശുപത്രികളിലൊന്നാണ് ലിറ്റിൽ ഫ്ലവർ മിഷൻ ഹോസ്പിറ്റൽ. തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കോട്ടിഷ് അഡ്മിനിസ്ട്രേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് ഇനി ആശുപത്രിയുടെ പ്രവർത്തനം. വിവിധ വിഭാഗങ്ങളിലായി പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ഇനി മുതൽ വിളക്കുടി ലിറ്റിൽ ഫ്ലവർ മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും ലഭ്യമാകും. ലൈവ് വാർത്ത, കുന്നിക്കോട്. വഴിത്തർക്കത്തിന്റെ പേരിൽ വീടിന്റെ ഗേറ്റ് JCB ഉപയോഗിച്ച് തകർത്തതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി ഇടമൺ 34-ലായിരുന്നു സംഭവം. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇടമൺ 34 ജംഗ്ഷനിൽ
ക്രിസ്മസ് വില്ലയിൽ റോയിയുടെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അക്രമമുണ്ടായത്. വീടിന് മുൻവശത്തെ ഗേറ്റും മതിലും JCB ഉപയോഗിച്ച് തകർത്തതായാണ് ആരോപണം. അയൽവാസിയുമായി നേരത്തെ വഴിയുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്നതായി വീട്ടുകാർ പറയുന്നു. 10 കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ റോഡ് വഴി വെട്ടിയും ഗേറ്റ് ഇട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ മേളത്തെ കൊച്ചിന് ഞങ്ങൾ ദീപ്തി എന്നതിൻ്റെ പേര് ഞങ്ങൾ 10-18 കൊല്ലത്തിന് മുമ്പിട്ട് എൻ്റെ ഹസ്ബൻഡിന് കോൺട്രാക്ടർ വർക്കാണ് വെച്ചു കൊടുത്ത വീടായത്. അപ്പോൾ അതിൻ്റെ കുറേ കാമ്പൗണ്ടുകളും മറ്റു കാര്യങ്ങളും ചെയ്യാനുണ്ട്. റോയിശാനെ വർക്ക് ഏൽപ്പിച്ച് അതിനെ വന്നിട്ട് അവർക്ക് വഴി ഫ്രണ്ട് വഴി ആ ഞങ്ങളുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ളതാണ് അവരുടെ വഴി. അന്നേരം അവർക്ക് വാസ്തുപരമായിട്ട് അതുവഴി ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ അഞ്ചലിൽ പോയി ഈ ആളെ കണ്ട് അതിനനുസരിച്ച് ഇവർക്ക് കിഴക്കോട്ട് ദർശനം വെച്ച് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് റോയിശ ഇങ്ങനെ വഴി വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് ഞങ്ങളുടെ അപ്പുറത്തുനിന്ന് അങ്ങോട്ട് വഴി വെട്ടാൻ ഇവർക്ക് വണ്ടി ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി വന്നിട്ട് ബാക്കി വണ്ടി വന്ന് കയറത്തക്ക വിധത്തിന് വഴി വെട്ടാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വഴി വെട്ടി പകുതി ആയപ്പോഴത്തേക്ക് ഇവരുടെ കാശില്ലാത്തതുകൊണ്ട് ഇവർ പറഞ്ഞു റോയണ്ണ ഇപ്പം ഞങ്ങളുടെ പൈസ ഇല്ല, ബാക്കി ഞങ്ങൾ പിന്നെ തരാം, അന്നേരം ചെയ്യാൻ റോയണ്ണ എന്ന് പറഞ്ഞിട്ട് ഫുൾ കാമ്പൗണ്ട് പകുതി വെച്ച് നിർത്തി. അങ്ങനെ നിർത്തിയതിന് ശേഷം ഈ കൊച്ചിന് കാല് വയ്യാത്തതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തൂടെ കയറി ഇറങ്ങുന്നത്. എന്നിട്ട് ഇത്രയും സ്റ്റെപ്പ് ചെയ്തില്ലേ റോയണ്ണ, ഞങ്ങൾ ഇതുവഴി ഒന്ന് ഇറങ്ങിക്കോട്ടെ, എനിക്ക് വയ്യാത്തല്ലേ, എനിക്ക് കാല് വയ്യാത്തതുകൊണ്ടല്ലേ, എനിക്ക് അതുവഴി ഇറങ്ങാൻ പാടാന്ന് പറഞ്ഞുകൊണ്ട് റോയിശ അന്നേരം നമ്മൾ ആ സഹകരണത്തിന്റെ പുറത്ത് ഒരു 2 സ്റ്റെപ്പ് കൂടെ ഇങ്ങോട്ട് നമ്മുടെ വസ്തുവിനകത്തോട്ട് ഇറങ്ങി വെച്ച് കൊടുത്തിട്ട് ഞങ്ങളുടെ മേളത്തെ റൂമിൽ പിന്നെ സ്ലാവ് വാർത്ത് ഇടാൻ അലമാരിക്ക് വെച്ചിരുന്ന സ്ലാവ് റോയിശ തന്നെ മെഷീൻ വെച്ച് കട്ട് ചെയ്ത് അത് അവിടെ കൊണ്ടിട്ട് പറഞ്ഞ് കൊച്ചുകൾ തക്കാലം ഇതുവഴി ഇറങ്ങിക്കോ, അതിനുശേഷം നിങ്ങൾ വഴി വെട്ടുന്നിടം വരെ കൊച്ചുങ്ങൾ മാത്രമേ ഇത് ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സൗഹൃദത്തിന്റെ പുറത്ത് നമ്മൾ ഒരു കാലുവയ്യാത്ത കൊച്ചല്ലയോ എന്നുള്ള ധാരണയിൽ നമ്മളിത് വെച്ചു കൊടുത്തതാണ്. ഇപ്പൊ ഈ 3 കൊല്ലം കൊണ്ട് ഇവർ ഇതുവഴി കയറി ആദ്യം കൊച്ചുങ്ങൾ മാത്രമേ കയറത്തുള്ളായിരുന്നു. ഇപ്പൊ ആൾക്കാരെല്ലാം അവർക്ക് ആ വഴി പാടാന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഇതുവഴി കയറി ഇറങ്ങി. അപ്പോൾ നമ്മളൊരു വിഷയം ഉണ്ടാക്കേണ്ട അവർ വഴി വെട്ടുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് ഞങ്ങൾ അവിടെ ഗേറ്റ് വെച്ചേക്കുന്നത് മാറ്റി ഞങ്ങൾ ഈ സ്റ്റെപ്പിന് മേളിൽ കൊണ്ട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളവും സ്റ്റേഷനിൽ കേസ് കൊടുത്ത് അങ്ങനെയെല്ലാം SI വന്ന് ഇതുവരെ നിലവിലുള്ളതുപോലെ നിന്നാൽ മതി, ഇനി പിന്നെന്തുവാ നിയമത്തിന്റെ വഴിക്ക് വേണമെങ്കിൽ അവർക്ക് കോടതി പോകണമെങ്കിൽ പോകാന്ന് പറഞ്ഞ് എല്ലാം അവർ 2 കൂട്ടർ എഴുതി ഒപ്പിട്ട സാധനമാണ്. സംഭവത്തിൽ തെന്മല പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതേസമയം പട്ടയമില്ലാത്ത ഭൂമിയിലാണ് മതിലും ഗേറ്റും നിർമ്മിച്ചിരിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. 1 സെന്റ് സ്ഥലം എന്റെ മോക്ക് പിന്നെ വാങ്ങിച്ചതാണ്. ആ 1 സെന്റ് സ്ഥലത്തിനകത്ത് പിന്നെ ഈ വഴി അവിടെ വീട്ടിലോട്ട് പോകാനുള്ള സ്റ്റെപ്പ് കെട്ടിയിരിക്കുന്നത്. ആ സ്റ്റെപ്പിന്റെ ഈ സ്ഥലം പിന്നെ എൻ്റെ കൈവശം ഇരുന്ന സ്ഥലം പിന്നെ അവന് വണ്ടി പോകാനെ കൊണ്ട് പിന്നെ എനിക്കൊരു വഴി വേണമെന്ന് ചോദിച്ച് ഞാൻ അങ്ങനെ ഒരു മനുഷ്യത്വം കൊടുത്ത് ആ പിന്നെ വണ്ടി പോകാനുള്ള സ്ഥലം ഞാൻ കൊടുത്തു. ഈ 18 വർഷത്തിന് മുമ്പ് എൻ്റെ മോക്ക് വീട് വെക്കാൻ പിന്നെ വെട്ടിയ വഴിയായത്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ഗേറ്റുമൊക്കെ കൊണ്ട് സ്ഥാപിച്ചിട്ട് പിന്നെ എൻ്റേതാണെന്നുള്ള ആ ഒരു ഉള്ളഹങ്കാരം കൊണ്ട് പട്ടിയെ അടിച്ചു വിടുക, പിന്നെ മനുഷ്യന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഓരോരോ വാക്കുകൾ പറയുക, ഗേറ്റിൻ്റെ അവിടെ ഓരോരുത്തർ വന്ന് നിൽക്കുന്നൊക്കെ പറയുക, അങ്ങനെ സഹികെട്ട് പിന്നെ പറഞ്ഞ് ഈ ഗേറ്റ് മാറ്റി തന്നെ ഒക്കത്തുള്ളെന്ന് പറഞ്ഞു. പോലീസ് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്ത് നമ്മൾ ഇതൊന്നും വേണ്ട, നമ്മുടെ ഒരു വഴി പിന്നെ ആ ഗേറ്റ് ഒന്ന് മാറ്റി മേപ്പോട്ട് പിന്നെ വെക്കണമെന്ന് പറഞ്ഞ് മെമ്പർ വന്ന് മെമ്പറിനോടും പറഞ്ഞ് ഈ വഴിയുടെ മേളിൽ കൊണ്ടുവന്ന് വേണം നിങ്ങൾ ഗേറ്റ് ഇടാൻ. ഒരാളുടെ വഴി പിന്നെ ക്രോസ് ചെയ്തിട്ട് അത് അടയ്ക്കുന്ന രീതിയിലല്ല മറ്റൊരാൾ കൊണ്ടുവന്ന് ഗേറ്റ് ഇടുന്നത്, അതുകൊണ്ട് മേളിൽ കൊണ്ടുവന്ന് ഗേറ്റ് ഇടാൻ പറഞ്ഞതാണ്. പറഞ്ഞിട്ട് അതും കേൾക്കാതെ പിന്നെ നാളെ നമ്മളെ ഈ പട്ടി അഴിച്ചു വിടുക, കുതിര പോലൊരു പട്ടി. ആ പട്ടി ഈ അഴിച്ചു വിടുന്ന മര്യാദയാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, പട്ടി നിങ്ങളുടെ തോളയിലാണോ കയറുന്നത് എന്നോട് ചോദിച്ചു. അങ്ങനെ നമ്മൾ പല രീതിയിലുമുള്ള ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യ, മാനസിക പീഡനം പല രീതിയിലുമുള്ള പീഡനം. 4 വശവും പിന്നെ മാന്തി 4 വശവും മാറ്റി അങ്ങെടുത്ത്, എന്നിട്ട് പോലും നമ്മൾ രക്ഷണം വേണ്ടിയില്ല. ലൈവ് വാർത്ത തെന്മല. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം, ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഈ നാടിന്റെ ഇന്നത്തെ തലമുറയുടെ രാജശില്പി. സഹപ്രൗഢിയോടെ വിദ്യ വിളമ്പുന്ന ഇടമൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹോദര സ്ഥാപനം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടമൺ. ഇടമണ്ണിന്റെ പുതുനാമ്പുകൾക്ക് ജ്ഞാനസ്നാനം ചെയ്യാൻ, ഉൾക്കണ്ണിൽ വെളിച്ചം നിറയ്ക്കാൻ കല്ലടയാറിന്റെ തീരത്തൊരു അക്ഷരക്ഷേത്രം ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ശാന്തിനികേതന്റെ ശാന്തിയും അനന്തമായ അറിവിന്റെ സ്ഫുലിംഗങ്ങളും അമ്മയുടെ ലാളനയും കരുതലും എല്ലാം ഇവിടെ സമന്വയിക്കുന്നു ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈടും ഉറപ്പുമുള്ള കെട്ടിടങ്ങൾ, ഇല്ലായ്മകളുമായി സമരസപ്പെടുന്ന ഫീസ് ഘടന, വൈജ്ഞാനികവും സഹവൈജ്ഞാനികവുമായ ശേഷികൾ കണ്ടെത്തി വളർത്താൻ പോരുന്ന അരങ്ങും അണിയറയും, മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് അനുപൂരകമായ പഠനാബോധന രീതി, അനുഭവം കൊണ്ടും അറിവുകൊണ്ടും അർപ്പണം കൊണ്ടും ധന്യരായ അധ്യാപകർ.
പൂന്തോട്ടവും പൂക്കാലവും തോൽക്കുന്ന അന്തരീക്ഷം ഒക്കെയും ഒരേ സ്വരത്തിൽ ഉറപ്പുതരുന്നു. ഈ നാടിന്റെ മക്കൾ ഇവിടെ സുരക്ഷിതരാണ്. ഇതാണ് നിങ്ങളുടെ അക്ഷരവീട്. ഇവിടമാണ് നിങ്ങളുടെ കുസൃതികൾ വിരിയും കൂട്. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇടമൺ. ഫോൺ 0475233515. ഗ്രാമവിശുദ്ധിയുടെ നിറവിൽ തെളിനീര് പോലൊരു വിദ്യാലയം. ശാന്തിനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. പ്യാരിവെയർ, സാൻസീറ, ജോൺസൺ, ലെബ് തുടങ്ങിയ കമ്പനികളുടെ സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, വിവിധയിനം ഫാൻസി ലൈറ്റുകൾ. പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ. കിച്ചൺ കബോർഡ് ആക്സസറീസ്. തോട്ടുകടവിൽ ട്രേഡേഴ്സ്, MLA റോഡ്, പുനലൂർ. ഫോൺ 0475221205. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ മണൽ ലഭ്യമാക്കിയിരുന്ന കുളത്തൂപ്പുഴയിലെ മണൽ കലവറ വീണ്ടും തുറക്കുന്നു. ഈ മാസം അവസാനത്തോടെ കലവറ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വനം വകുപ്പിന്റെയും നിർമ്മിതി കേന്ദ്രത്തിന്റെയും സംയുക്ത സംരംഭമായി കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്താണ് കുളത്തൂപ്പുഴയിൽ മണൽ കലവറ ആരംഭിച്ചത്. സാധാരണക്കാർക്ക് ന്യായവിലയിൽ മണൽ ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. വിജയകരമായി പ്രവർത്തിച്ച കലവറയിൽ പിന്നീട് മണൽ വിതരണം നിലച്ചു. പുതിയ ഇടതുമുന്നണി സർക്കാരിൽ പുനലൂർ MLA കെ രാജു വനമന്ത്രിയായതോടെയാണ് കലവറ വീണ്ടും തുറക്കാനുള്ള വഴിയൊരുങ്ങിയത്. ചോഴിയക്കോട്, മിൽപ്പാലം എന്നീ വനസംരക്ഷണ സമിതികൾക്കായിരിക്കും കലവറയിൽ നിന്നും മണൽ വാരുന്നതിനുള്ള ചുമതല. കല്ലടയാറിന്റെ ഉപനദിയായ കുളത്തൂപ്പുഴയാറിൽ നിന്നാണ് കലവറയിലേക്കുള്ള മണൽ ശേഖരിക്കുന്നത്. ഇതിനായുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി. പാരിസ്ഥിതിക കേന്ദ്രത്തിന്റെ അനുമതി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. ഇത് ഉടൻ തന്നെ ലഭ്യമാകുമെന്നും ഈ മാസം അവസാനത്തോടുകൂടി കലവറയുടെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. ഇതുവരെയുള്ള പണികളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പരിസ്ഥിതിയുടെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുമായിട്ട് ഒരു ചർച്ച വരും. അതായത് ഒരു MQ മണൽ അവർ എത്ര രൂപയ്ക്ക് അവരൊന്ന് വാരി നമ്മുടെ ലോറിയിൽ കയറ്റി വിട്ടിരുന്നു. രണ്ടാമത്തത് ഇവിടുന്ന് ഈ ലോറി ചെറിയ ഓട്ടോകൾ വരുന്നു. അപ്പോൾ ലോറി ഓണേഴ്സും ലോറി ഡ്രൈവേഴ്സുമായിട്ടുള്ള അവരുമായിട്ടൊരു ചർച്ച. പിന്നെ കയറ്റിറക്ക തൊഴിലാളികളുണ്ട്. ഇവിടെ ഇറക്കാൻ വേണം. ഇവിടെ നിന്ന് തന്നെ പാർട്ടിക്ക് മണൽ കൊടുക്കുമ്പോഴത്തേക്ക് കയറ്റുകയാണ്. അപ്പോൾ അങ്ങനെ ആ 3 ചർച്ചകളാണ് ഇനി ബാലൻസ് ഉള്ളത്. അത് ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എൻവയോൺമെന്റൽ ക്ലിയറൻസൂടെ കിട്ടിയിട്ട് ചെയ്യാവുന്നതാണ് ഇത്. കാരണം ഇതിനെ രണ്ടിനെയും ശരിക്കും നല്ല രീതിയിൽ നടത്തിക്കുന്നതിനായിട്ട് ഈ വനസംരക്ഷണ സമിതികളുടെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതിൻ്റെ മേലെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട്. അപ്പോൾ ആ കമ്മിറ്റിയിൽ ഇവിടുത്തെ MLA കൂടിയായ മന്ത്രിയുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ളവരാണ് വരുന്നത്. അവരാണിത് പരിശോധിക്കുന്നത് പരിപൂർണ്ണ സുതാര്യമായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതായത് എത്ര MQ മണലാണോ ഈ 2 കടവുകളിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും സാധനം ഇവിടെ നിന്ന് വിടുന്നത്. ഇതിന് മീഡിയേറ്റർമാരാരും ഇല്ല. വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ സൂപ്പർവിഷനിൽ ഈ വനസംരക്ഷണ സമിതിയും നമ്മൾ നേരത്തെ പറഞ്ഞ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചേർന്നാണ് ഇത് നടത്തുന്നത്. ആറ്റിലെ മിൽപ്പാലം, ചോഴിയക്കോട് കടവുകളിലായി 62,904 ക്യൂബിക് മീറ്റർ മണലിന്റെ ശേഖരമുണ്ടെന്നാണ് പരിശോധനാ റിപ്പോർട്ടുകൾ. ഇതിൽ പ്രതിവർഷം 19,866 ക്യൂബിക് മീറ്റർ എന്ന കണക്കിൽ 3 വർഷം കൊണ്ട് മണൽ ഖനനം ചെയ്യാം. മേൽപ്പാലം, ചോഴിയക്കോട് കടവുകളിൽ നിന്നും ശേഖരിക്കുന്ന മണൽ കുളത്തൂപ്പുഴയിൽ എത്തിച്ച് അവിടെ നിന്നാണ് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്നത്. വീട് നിർമ്മാണത്തിന് മാത്രമാണ് ഇവിടെ നിന്നും മണൽ നൽകുന്നത്. അതും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാവും പ്രഥമ പരിഗണന. അഴിമതി തടയാൻ ഓൺലൈനിലൂടെ ആയിരിക്കും അപേക്ഷ സ്വീകരിക്കുക. വർഷങ്ങളായി അടഞ്ഞിടുന്ന കലവറയുടെ തുറന്നുള്ള പ്രവർത്തനം സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന്റെ വിവിധ ഭവന പദ്ധതികളിൽ നിന്നുള്ള തുകകൾ നിർമ്മാണ സാമഗ്രികൾ വാങ്ങാൻ പോലും തികയില്ലെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് കലവറ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സർക്കാർ തീരുമാനമായത്. ഇത് സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാകും. ലൈവ് വാർത്ത, കുളത്തൂപ്പുഴ. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ പുനലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനും പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും മികച്ച വിജയം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 86% വിജയം നേടിയപ്പോൾ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 92% വിജയം കരസ്ഥമാക്കി.
ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും മികച്ച വിജയമാണ് നേടാനായത്. സയൻസ് വിഷയത്തിൽ 120 വിദ്യാർത്ഥികൾ പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയതിൽ 120 വിദ്യാർത്ഥികളും വിജയിച്ചു. സയൻസ് വിഭാഗത്തിൽ 100% വിജയം നേടുന്ന കൊല്ലം ജില്ലയിലെ ഏക സ്കൂളാണ് താലൂക്ക് സമാജത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൊമേഴ്സ് വിഭാഗത്തിൽ 57 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 53 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടി. 4 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടാനും കഴിഞ്ഞു. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 3 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടാനും കഴിഞ്ഞു. ആകെ 92% ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയം. കരുത്തുറ്റതും കാര്യക്ഷമവുമായ നേതൃത്വവും കൂട്ടായ്മയുമാണ് വിജയത്തിന്റെ രഹസ്യമെന്നും സ്കൂൾ മാനേജ്മെന്റിന്റെയും PTയുടെയും ആത്മാർത്ഥമായ സഹകരണം മികച്ച വിജയത്തിന് പിന്നിലുണ്ടെന്നും സ്കൂൾ പ്രിൻസിപ്പൽ ഹരികുമാരൻ പിള്ള പറഞ്ഞു. 120 പേരിൽ 120 വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കാനും അതിൽ 10 കുട്ടികൾക്ക് ഫുൾ A+ നേടാനും സയൻസ് വിഷയത്തിൽ മാത്രം കഴിഞ്ഞിട്ടുണ്ട്. കൊമേഴ്സിൽ പരീക്ഷ എഴുതിയ 57 വിദ്യാർത്ഥികളിൽ 53 വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കാനും അതിൽ 4 വിദ്യാർത്ഥികളെ ഫുൾ A+ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ ആദ്യമായി 3 വിദ്യാർത്ഥികളെ ഫുൾ A+ നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകെ 17 കുട്ടികൾക്ക് ഫുൾ A+ നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിജയശതമാനം 91 പുറത്തു നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിലുണ്ടാകുന്ന റിസൾട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയുള്ള അധ്യാപകരുടെയും അനധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ഈ ഒരു വിജയത്തിന്റെ പിന്നിലെന്ന് പ്രത്യേകം പറയുകയാണ്. തികഞ്ഞ അച്ചടക്കം, മികച്ച നേതൃത്വം, മികച്ച അക്കാദമിക് രംഗത്തെ ജാഗ്രത എന്നിവയിൽ പ്രശസ്തമാണ് പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ. 86% പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയം. സയൻസ് വിഭാഗത്തിൽ 177 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 153 വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടി. കൊമേഴ്സ് വിഭാഗത്തിൽ 96.58%, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 62.96% വിജയം. ആകെ 96.21% വിജയം നേടാൻ സ്കൂളിന് കഴിഞ്ഞു. 86.21% റിസൾട്ട്. അതിൽ 12 കുട്ടികൾ ഫുൾ A+ കരസ്ഥമാക്കി. 5 കുട്ടികൾ 7 കുട്ടികൾക്ക് 5 A+, 1 A. അങ്ങനെ നല്ലൊരു വിജയശതമാനം നേടിത്തന്നു. ലൈവ് വാർത്ത പുനലൂർ. കേരള പാണൻ സമാജത്തിന്റെ നേതൃത്വത്തിൽ സംഘടനയുടെ മുൻ രക്ഷാധികാരിയായിരുന്ന റിട്ടയർഡ് ചീഫ് എഞ്ചിനീയറെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനവും കുടുംബസംഗമവും പുനലൂർ നഗരസഭാ ചെയർമാൻ M.A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തൊളിക്കോട് മുളന്തറം MM ഡേ കെയർ ഹാളിലാണ് N. ശശി അനുസ്മരണ സമ്മേളനവും കേരള പാണൻ സമാജം പുനലൂർ ശാഖയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും സംഘടിപ്പിച്ചത്. ചടങ്ങ് പുനലൂർ നഗരസഭാധ്യക്ഷൻ M.A. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊക്കെ എന്ന് വരെ ജീവിക്കും എന്ന് മരിക്കും എന്നൊന്നും നമുക്ക് ആർക്കും യാതൊരു നിശ്ചയമില്ലാത്ത ഒരു ലോകമാണ്. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് കണ്ടുമുട്ടലുകളുടെയും വേർപിരിയലുകളുടെയും ഒരു ആകെത്തുകയാണ് ജീവിതം. അല്ലാതെ നമ്മുടെ ജീവിതത്തിന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു നിശ്ചിതമായ ഒരു രൂപം ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് കണ്ടെത്തിച്ചേരാൻ കഴിയുന്നില്ല. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 10-63 വർഷക്കാലം വളരെ വിജയകരമായ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ആളുകൾക്ക്, അപൂർവം ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാളാണ് ശശി സാർ എന്നുള്ളത് നമ്മൾ പ്രത്യേകം അനുസ്മരിക്കണം. നമ്മളിപ്പോ ശശി സാറിന്റെ ഒക്കെ ജീവിതം നിങ്ങളിപ്പോ അനുസ്മരണങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തെ ഓർമ്മിക്കുക എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം സഞ്ചരിച്ച വഴികൾ, അദ്ദേഹം എത്തിച്ചേർന്ന ജീവിതത്തിലെ വിജയങ്ങൾ, ഇതെല്ലാം വരുന്ന ഒരു തലമുറയ്ക്കും നമുക്കെല്ലാവർക്കും പഠിക്കാനും മനസ്സിലാക്കാനും ചിലത് തെരഞ്ഞെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്നത്. കേരള പാണൻ സമാജം കൊല്ലം ജില്ലാ പ്രസിഡന്റ് B. വീരേന്ദ്രകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി R. ബാബുരാജ് സ്വാഗതം പറഞ്ഞു. KPS സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി P. ശിവാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. KPS സംസ്ഥാന പ്രസിഡന്റ് P. തങ്കപ്പൻ, ജനറൽ സെക്രട്ടറി KR. രാജേന്ദ്രൻ, ലീഗൽ അഡ്വൈസർ P. സദാനന്ദൻ, വനിതാ സമാജം പ്രസിഡന്റ് VK. സുമാദേവി, സെക്രട്ടറി L. ശാന്തമ്മ രാജേന്ദ്രൻ, P. സഹദേവൻ, KK. സുകുമാരൻ, വാർഡ് കൌൺസിലർ രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പാണൻ സമാജം രക്ഷാധികാരി കൂടിയായ കേരള ജല അതോറിറ്റി റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ N. ശശി ഒരു വർഷം മുമ്പാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വെടിയേറ്റ് മരിച്ചത്. KPS കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി സമുദായാംഗങ്ങളാണ് പങ്കെടുത്തത്. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ തുല്യതാ പഠന കേന്ദ്രത്തിലെ പഠിതാക്കൾ സമാഹരിച്ച വസ്ത്രങ്ങൾ ആദിവാസി ഊരുകളിലേക്ക്. പാലക്കാട്ടെയും വയനാട്ടിലെയും ആദിവാസി ഊരുകളിലേക്കാണ് പഠിതാക്കൾ ശേഖരിച്ച വസ്ത്രങ്ങൾ നൽകിയത്.
പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ തുല്യതാ കേന്ദ്രത്തിലെ പഠിതാക്കൾ സമാഹരിച്ച വസ്ത്രങ്ങളാണ് പാലക്കാട്ടെയും വയനാട്ടിലെയും ആദിവാസി ഊരുകളിലേക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസം പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വസ്ത്രബാങ്കിന്റെ ഉപജ്ഞാതാവും തുല്യതാ കോഴ്സിന്റെ കോർഡിനേറ്ററുമായ വി സുരേഷ് കുമാർ ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ SP ഹരിഹരനുത്താന് വസ്ത്രങ്ങൾ കൈമാറി. സന്നദ്ധ സേവനത്തിന്റെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും ഉദാത്ത മാതൃകയായി മാറുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് വസ്ത്രവും കുടിവെള്ളവും ആഹാരവുമാണ്. ആ കാര്യത്തിൽ വസ്ത്രം ശേഖരിച്ച് പാവപ്പെട്ടവരായ, അത് മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാന കണ്ണികളായ ആദിവാസികൾക്ക്, വയനാട് മേഖലയിലെയും അട്ടപ്പാടി മേഖലയിലെയും ആദിവാസികൾക്ക് അത് നൽകാനുള്ള മഹത്തരമായ ഈ പ്രവർത്തനത്തെ അങ്ങേയറ്റം കൊല്ലം ജില്ലാ സാക്ഷരതാ മിഷന് വേണ്ടി അഭിനന്ദിക്കുന്നു. സ്കൂൾ അധ്യാപകർ, ജനപ്രതിനിധികൾ, തുല്യതാ പഠിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുല്യതാ പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച വസ്ത്രങ്ങൾ കഴിഞ്ഞയാഴ്ച ആലപ്പുഴയിലെ P. കൃഷ്ണപിള്ള സ്മാരക ട്രസ്റ്റിനും കൈമാറിയിരുന്നു. പാലക്കാട് അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിലേക്കാണ് ഇത്തവണ വസ്ത്രങ്ങൾ നൽകിയത്. ഇനിയും വസ്ത്രങ്ങൾ സംഭരിച്ച് ആവശ്യമുള്ള കേന്ദ്രങ്ങളിൽ എത്തിക്കാനാണ് തുല്യതാ കേന്ദ്രത്തിന്റെ തീരുമാനം. ലൈവ് വാർത്ത, പുനലൂർ. കാണാം പ്രധാന വാർത്തകളിലേക്ക്. കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ LDF-ന് മികച്ച വിജയം. പുതിയ ഭരണസമിതി തിങ്കളാഴ്ച അധികാരമേറ്റു. വഴിത്തർക്കത്തിന്റെ പേരിൽ വീടിന്റെ ഗേറ്റ് JCB ഉപയോഗിച്ച് തകർത്തതായി പരാതി. സംഭവത്തിൽ 6 പേർക്കെതിരെ കേസെടുത്തു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെന്റ് ഹൈസ്കൂളിനും മികച്ച വിജയം. സയൻസ് വിഭാഗത്തിൽ 100% വിജയം നേടിയത് ജില്ലയിൽ നിന്നും ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. കോളേജ് പുനലൂർ. പുനലൂർ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നതും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷാ വിജയികളാക്കുന്നതുമായ വിദ്യാഭ്യാസ സ്ഥാപനം ചാപ്റ്റർ കോളേജ്. ഹയർ സെക്കൻഡറി തലം മുതൽ ബിരുദാനന്തര തലം വരെ ക്ലാസുകൾ നടത്തപ്പെടുന്ന സ്ഥാപനം. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. കേരള MG യൂണിവേഴ്സിറ്റികളുടെ PG ഡിഗ്രി കോഴ്സുകളും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയുടെ വിദൂര പഠന കോഴ്സുകളും നടത്തപ്പെടുന്നു. മികച്ച അധ്യയനം, തികഞ്ഞ അച്ചടക്കം, ഉന്നത വിജയം, രക്ഷകർത്താക്കളുമായുള്ള നിരന്തര സമ്പർക്കം, കൃത്യമായ ഇടവേളകളിൽ പരീക്ഷകൾ, മോഡൽ പരീക്ഷകൾ. സാമൂഹിക സാംസ്കാരിക രംഗത്തും കഴിഞ്ഞ 12 വർഷക്കാലമായി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ചാപ്റ്റർ കോളേജ് അതിന്റെ ജൈത്രയാത്ര തുടരുന്നു. ചാപ്റ്റർ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 222 9454 960 515. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ. ചികിത്സ തേടി ഇനി ദൂരേക്ക് പോകേണ്ടതില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോടുകൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. ഫോൺ 0475 235 2698. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം P. ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്,